The rescue will be continuing tonight. Okay, that's great. Tonight, yeah. Okay, thank you. Thank you. Indian Army team is coming and the local collectorate office. PD. Strong signal, sir. Yeah, signal is strong. Oh, great. There's a constant signal of that. So, as of the timing, it's a 50-50 chance. Yeah, the floodlights have been arranged with the generator power. That's all. Sir, instruction given by? Yeah, instructions have been given by. Thank you, sir. Thank you. അരുൺ വ്യക്തമാണ് ഇവർ പറഞ്ഞത്. അതായത് സിഗ്നൽ സ്ട്രോങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പരിശോധന തുടരാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. ഇത് നിർണായകമാണ് അരുൺ. കാരണം ഇതൊരു മറ്റെന്തെങ്കിലും ജീവജാലമാണെങ്കിൽ അതല്ലെങ്കിൽ മനുഷ്യൻ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. സേനാംഗങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു വരും. രക്ഷാസേനയുടെ നേതൃത്വത്തിൽ എല്ലാവിധ പിന്തുണയും കൊടുക്കും. ഇനിയിപ്പോൾ ഈ പിറകിൽ കാണുന്ന കെട്ടിടത്തിലേക്കാണ് അതിന്റെ കാര്യങ്ങൾ നീങ്ങേണ്ടത്. എങ്ങനെയായിരിക്കണം അർജുൻ കല്യാടും ആ പ്രദേശത്ത് ആ കെട്ടിടത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇനി വിഷ്വൽസും ഒപ്പം തന്നെ പരിശോധനയ്ക്ക് സാധ്യതയുള്ള ഇടങ്ങളും നൽകുക. TV പ്രസാദ് ഈ സംഘാംഗങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവുക. നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇനി വേണ്ടത്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ തുടരാനാണ് തീരുമാനമായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഓപ്പറേഷൻ തൽക്കാലം അവസാനിപ്പിച്ചുവെങ്കിലും നമ്മൾ മാധ്യമങ്ങളടക്കം ഈ വാർത്ത അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജീവന്റെ സാധ്യത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരികെ പിടിക്കാനുള്ള എല്ലാ ശ്രമവും ഈ സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ദൗത്യം വീണ്ടും തുടരുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, നേരത്തെ നമ്മളിപ്പോൾ ഗിരീഷ് ശിവയോട് സംസാരിച്ചു, നീലേഷിനോട് സംസാരിച്ചു. രണ്ടുപേരും ഉറപ്പിച്ചു പറയുന്നത് ഇത് തെറ്റായ സിഗ്നൽ കാണിക്കില്ല, മൃതശരീരത്തിന്റെ സിഗ്നൽ കാണിക്കില്ല. പക്ഷേ അത് മനുഷ്യനാണോ മറ്റു ഉഭയജീവിയാണോ എന്ന് നിശ്ചയമില്ല എന്നാണ്. Yeah, start the operation. Where's the preparation time, no? Yeah, on the same area. So same building, same area. Can we start the operation? Okay. That's all. Please. അവർക്ക് കൂടുള്ളവർ പറയുന്ന അവർക്ക് അതാണ് അവർ പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നിരഞ്ജൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സുവർണ ദിനങ്ങൾ കഴിഞ്ഞു. സാധാരണ ഇത്തരമൊരു അപകടം നടന്ന് 3-4-5 ദിവസമൊക്കെ അതൊരു സാധ്യത ലഭിക്കുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ കഴുത്തോ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗമോ മണ്ണിന് മുകളിൽ വന്നാൽ ശരീരഭാഗം മണ്ണിൽ പുതഞ്ഞു പോവുകയും കഴുത്തോ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗമോ അതിന് മുകളിലേക്ക് വരികയും ചെയ്താൽ ഒരു പക്ഷേ ബ്രീത്തിങ്ങിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിലും ആ സിഗ്നൽ ലഭിക്കുമെന്നുള്ളതാണ്. അരുൺ, മറ്റൊരു ദൃശ്യം കൂടെ കാണിക്കാം. നമുക്ക് ഈ ബിൽഡിംഗ് നമുക്ക് കാണിക്കാം. മുണ്ടക്കൈ ടൗണിലുള്ള ബിൽഡിംഗ്, ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്താണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഒരു കടയാണ്. കടയുടെ മുൻവശമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് കാണിക്കുന്നത്. ഇതിന്റെ പിൻഭാഗത്തുള്ള ചുവരുകളൊക്കെ ഇടിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാം. ഈ ചുവരുകൾ ഇടിഞ്ഞ് അതിന്റെ പിന്നിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്താണ് കൃത്യമായി നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാം. ഇതിന്റെ ചുവരുകൾ ഇടിഞ്ഞ് പിന്നിലേക്ക് മറിഞ്ഞ ഭാഗത്താണ് ഇന്നിപ്പോൾ സിഗ്നൽ ലഭിച്ചതും അവിടെയാണ് ആദ്യം പരിശോധന നടത്തിയതും. നമുക്കിപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് പോയി നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് കാണിക്കുകയും ചെയ്യാം. ആ കെട്ടിടത്തിന്റെ തൊട്ടു താഴെ നമ്മുടെ ക്യാമറ പേഴ്സൺ ബിബിൻ ആ വിഷ്വൽസ് കാണിക്കും. ഇവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലം. ഇതിൻ്റെ തൊട്ട് പിൻഭാഗത്തായിട്ടാണ് നമുക്കിപ്പോൾ കാണാം. ഈ ഭാഗത്താണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞ് വീണതും അവിടെയാണ് സിഗ്നൽ കാണിച്ചത്. ആ സിഗ്നൽ കിട്ടിയ പ്രദേശത്താണ് തുടർച്ചയായി പരിശോധിച്ചത്. 2 സിഗ്നലാണ് ലഭിച്ചതെന്ന് പറയുന്നു. രണ്ടും ഒരേ സ്പോട്ടിലാണെന്ന് പറയുന്നു. അത് വളരെ വ്യക്തമായ സിഗ്നലാണെന്ന് പറയുന്നു. 2 സാധ്യതകളാണ്. ആ ബ്ലൂ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ബ്രീത്തിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മൂവിങ് ആയിരിക്കാം. നമ്മൾ ചോദിച്ചു, ഈ സ്പോട്ടിൽ ആദ്യം പരിശോധന നടത്തിയതിനു ശേഷം സംഘം പിന്നീട് ഈ കലങ്ങിനടിയിൽ പരിശോധന നടത്തി. എന്തുകൊണ്ടായിരുന്നു അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കലങ്ങിനടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടില്ല, സിഗ്നൽ ലഭിക്കുകയുമില്ല, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നൊരു സിഗ്നൽ ലഭിക്കുകയുമില്ല. അവിടെ മറ്റു തടസ്സങ്ങൾ നീക്കിയതാണ്. ഏതെങ്കിലും ഭാഗത്ത് ഈ മൂവിങ് എന്നൊരു സാധ്യതയുള്ളത്, ബ്രീത്തിങ്ങും മൂവിങ്ങുമാണ് സാധ്യതയുള്ളത്. അങ്ങനെ മൂവിങ് സാധ്യത ഈ സിഗ്നൽ ലഭിച്ച പ്രദേശത്ത് അല്ലെങ്കിൽ ആ സിഗ്നൽ നൽകിയ ആ ജീവന്റെ നാളമുണ്ട് എന്ന് പറയുന്ന ആ സിഗ്നൽ കിട്ടിയ സംഗതിക്ക്, അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ എന്തായാലും അത് മൂവിങ് ആണ് എങ്കിൽ ആ വെള്ളക്കെട്ടിൽ ആ കലങ്ങിനടിയിൽ തടഞ്ഞു നിൽക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് ഒഴുകിപ്പോകണം, എവിടെയെങ്കിലും അത് സ്പോട്ട് ചെയ്യണം. അതിനുവേണ്ടിയായിരുന്നു അവിടുത്തെ തടസ്സങ്ങൾ നീക്കം ചെയ്തത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. പക്ഷേ ലഭിച്ച സിഗ്നൽ ഒരു ഡെഡ് ബോഡിയുടേതല്ല എന്ന് കൃത്യമായി തന്നെ തൊട്ട് മുമ്പ് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ഡെഡ് ബോഡിയുടെ സിഗ്നൽ അല്ല ലഭിച്ചത് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഈ റെസ്ക്യൂ മിഷൻ അബോർട്ട് ചെയ്തിരുന്നു. അല്ലമീനും TV പ്രസാദും അർജുൻ കല്യാടും അടക്കം നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘം തുടർച്ചയായി അവരെ പ്രോബ് ചെയ്താണ് അബോർട്ട് ചെയ്യാൻ അവരിറങ്ങിയതാണ്. ഈ വിവരം മുഖ്യമന്ത്രിയുടെ
ഓഫീസിൽ തത്സമയം കാണുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ തീരുമാനമെടുത്തിരിക്കുന്നു, നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റേതാണെന്ന് തള്ളിക്കളയാത്ത പശ്ചാത്തലത്തിൽ അന്വേഷണം തുടരണം. അതിന് നാളെ പുലരി വരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഒരു കാരണവശാലും ദൗത്യം അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റിപ്പോർട്ടറിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഇനി പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇതുവരെയും നമ്മളെടുത്ത എഫേർട്ടുകൾ ഫലം കാണുമ്പോൾ ഒരു ചെറു പുഞ്ചിരി വിടർത്താനെങ്കിലും ഒരു മനുഷ്യജീവനെ ഈ മണ്ണിനടിയിൽ നിന്ന് തിരികെ പിടിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ സാഹചര്യം കളയരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.